വാട്സ്ആപ്പ് ഗായ്സ് നമ്മളപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്നത് ഒരു വ്ളോഗാണ്. അപ്പോൾ എൻ്റെ കൂടെ കമ്പനിയായിട്ട് വരുന്നത് നമ്മുടെ വാടാ പട്ടിക്ക് പറഞ്ഞവനെ. അതുകൊണ്ട് നീ ചതിക്കൂല, അത് വേറെ കാര്യം. തൊഴിലില്ലാത്തതിൻ്റെ എല്ലാ പ്രശ്നങ്ങളും എന്നിൽ പ്രകടമാണ്. അറ്റ്ലീസ്റ്റ് ഒരു കണ്ടൻറ് ക്രിയേറ്ററെങ്കിലും ആകാം. ഒരു കഴിവില്ലാത്തവരെന്ത് ചെയ്യും? അതാണ് ഇന്നത്തെ എൻ്റെ കണ്ടന്റ്. താല്പര്യമില്ലാത്തൊരു കക്ഷിയാണ്, പക്ഷെ നമ്മൾ സെലിബ്രിറ്റി പരിവേഷം കൊടുത്ത് വിളിച്ചാൽ ചിലപ്പോൾ വരും. ഞാൻ പറയില്ലേ, അതാണ്. നായകനോ അല്ലെങ്കിൽ നായികയെ കിട്ടിയിട്ടുണ്ട്. ജെൻഡർ റിവീൽ ചെയ്യാൻ എനിക്കറിയില്ല, അതാ പോയി. കണ്ടന്റ് ആവാൻ താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അതിൽ നല്ല ഫോട്ടോ കിട്ടും കേട്ടോ. അത് നോക്കുന്നു ഇതേത് നായാന്നൊക്കെ നോക്കട്ടെ. പോലെ കാക്കച്ചി പോലെ നമ്മൾ ആരും നമ്പരുത്. അവൻ കണ്ടില്ലേ, മറ്റേ കൊമ്പിൽ പോയി. ഇതുപോലെയാണ് ലൈഫിലും ആൾക്കാർ. നമ്മൾ വിചാരിക്കും നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്യുന്ന ആൾ ഒരിടത്ത് പോകില്ല എന്ന്. ബട്ട് സ്റ്റിൽ അവൻ വേറെ കൊമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. അതാണ് യാഥാർത്ഥ്യം. ലക്കുമാ ഇവിടെ ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. ബാ നിനക്കും വേണ്ട തന്നെ. നീയും കുഴിയിൽ ചെന്ന് ചാടരുത്. ബാ എന്തുവാടേ തല ഇറങ്ങുന്നു ഇവിടേക്ക്. പറയുമ്പോൾ എസ്തെറ്റിക്കായിട്ട് തിരിയോ? എസ്തെറ്റിക്കായിട്ട് തിരി. സത്യം പറയാൻ മനസ്സിലാവില്ലേ ആൾക്കാരൊക്കെ എങ്ങനെയാണ് വ്ളോഗ് ചെയ്യണേന്ന്. ക്യൂട്ടായിട്ട് ചിരിക്കുന്നത് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഞാൻ ക്യൂട്ടായിട്ട് ചിരിക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ വ്ളോഗിങ്ങിനെ കുറിച്ചാണ്. തൊഴിലില്ലാത്തവരെങ്ങനെ വ്ളോഗ് ചെയ്യും? സത്യം പറഞ്ഞാൽ തൊഴിലില്ലാത്തതല്ല, നമ്മൾ തൊഴിൽ തേടി പോവാത്തതാണ്. നമ്മളെ തേടി തൊഴിൽ വരട്ടെ. സോ ഞാൻ പറഞ്ഞു വന്നത് കണ്ടന്റ് ക്രിയേഷൻ. തൊഴിലില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വ്ളോഗിങ് പരിപാടിക്ക് ഇറങ്ങിയത്. എനിക്കറിഞ്ഞൂടാ. നമുക്ക് നല്ല പ്രകൃതി രമണിയൊക്കെ ആസ്വദിച്ച് കുറച്ച് നേരം നടക്കാം. അതൊക്കെ നടക്കുള്ളൂ. വേറെന്താ? വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെ. ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക. എന്നെ കൊണ്ട് പറ്റില്ല. വിചാരിച്ച പറ്റുകയൊക്കെ ചെയ്യും. എനിക്കിങ്ങനെ സംസാരിക്കാൻ വരുന്നില്ല. ഇവരൊക്കെ എങ്ങനെയാണെന്ന് ഇങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ മണി പോലെ ഇങ്ങനെ സംസാരിക്കണം. സമ്മതിക്കണം. എനിക്കങ്ങനെയുള്ള കഴിവില്ലെന്നല്ല, എനിക്ക് കഴിവുണ്ട്. കഴിവുള്ളതാണ് പ്രശ്നം. പണ്ടൊരു കൊറോണ ടൈം ഉണ്ടായിരുന്നു, പീക്ക് ടൈം. അപ്പോൾ പിന്നെ എന്തിട്ടാലും വരലാവും. ചവർ സാധനം ഇട്ടാലും മാസ്ക് ഇടലും. എന്ത് മാസ്? അപ്പം ആർക്കും ജോലിയും കൂടി ഇല്ലായിരുന്നുകൊണ്ട് ആരെന്തിട്ടാലും ഫോളോ ചെയ്ത് മിളച്ചുകൊണ്ടിരുന്നു. ഞാനൊക്കെ ഒരു ഡയലോഗ് എനിക്ക് പറയാൻ പറ്റത്തില്ല. നേരിട്ടൊക്കെ ആണെങ്കിൽ പറ്റും, പക്ഷേ ഈ ഫോണിലൊക്കെ ഹലോ ഗൈസ് വാട്സ്ആപ്പ് ഗൈസ് എന്നൊന്നും പറയാൻ പറ്റില്ലെന്നല്ലേ. അതാണ് പ്രശ്നം. അപ്പോൾ പറഞ്ഞു വന്നത് കണ്ടന്റ് ക്രിയേഷൻ. ഇപ്പം ഞാൻ എന്നെ തന്നെ പൊക്കി പറയുകയില്ല, പക്ഷെ നിങ്ങളിത് കേൾക്കണം. എൻ്റെ വിഷമമാണ്. പാട്ട് പഠിക്കാൻ വിടാൻ പറഞ്ഞു, പാട്ട് പഠിക്കാൻ വിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാൻ തന്നെ സ്വന്തമായിട്ട് കേട്ട് പഠിച്ചു. പിന്നെ സ്കൂളിൽ പ്രോഗ്രാമൊക്കെ വരുമ്പോൾ കേട്ട് അങ്ങനെയൊക്കെ പഠിച്ചു. അങ്ങനെ പഠിച്ച് ഞാൻ വലിയൊരു പാട്ടുകാരെയൊന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ ഞാൻ പാടും. അതുപോലെ തന്നെ ഡാൻസും ഞാൻ കാല് പിടിച്ച് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവർ ആവശ്യമില്ലാത്ത കഥകളിറക്കി. പണ്ടത്തെ ഒരു ഇതുണ്ട്, പണ്ടത്തെ ആൾക്കാരൊക്കെ പറയും ഡാൻസൊക്കെ പഠിക്കാൻ പോയി പിന്നെ അങ്ങനെ ഇങ്ങനെ സ്റ്റേജൊക്കെ കൊണ്ട് കയറി ഇറങ്ങി നടന്ന് ഇങ്ങനെയൊക്കെ ആവുമെന്നൊക്കെ. ഞാൻ വിചാരിച്ചു എന്താണ് അങ്ങനെയൊക്കെ ആവുമായിരിക്കും, എന്നെ അതുകൊണ്ടായിരിക്കും വിടാത്തതെന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുഞ്ഞിലെ ഡാൻസ് പഠിക്കാൻ പോയില്ല. നോട്ട് ദ പോയിൻറ്റ്. എന്നിട്ട് ഞാൻ TV നോക്കി ഡാൻസ് പഠിക്കും. ഇപ്പോൾ പറഞ്ഞു വന്നത് അതായത് അമ്മീ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഇൻഫ്ലുവൻസർ ആവുക, അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റർ ആവുക. അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആവുക എന്നുള്ളതായിരുന്നു എൻ്റെ ലക്ഷ്യം. മൾട്ടിപ്പിൾ സ്കിൽസ് ഉള്ള ആൾക്കാർ എന്ത് ചെയ്യും? എന്നെ പോലെ. താങ്ക് യു. ഫോർ എക്സാമ്പിൾ, ഒരാൾക്ക് പാട്ട് പാടാൻ മാത്രമാണ് കഴിവെങ്കിൽ അവൻ പാട്ട് പാടി കണ്ടന്റ് ഇട്ടാൽ മതി. ഡാൻസ് കളിക്കാൻ മാത്രമാണ് അറിയാമെന്നുള്ളെങ്കിൽ ഡാൻസ് കളിച്ച് കണ്ടന്റ് ഇട്ടാൽ മതി. പഠിക്കാനാണ് കഴിവെങ്കിൽ നീ 2 ക്ലാസ് പറഞ്ഞോളൂ. അങ്ങനെയൊക്കെ കണ്ടന്റ് ചെയ്യാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പ്രശ്നം എന്തോന്ന് വെച്ചാൽ മൾട്ടിപ്പിൾ സ്കിൽസ്. അവനെല്ലാം തികഞ്ഞു അങ്ങനെയല്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്.
പാട്ടിന് പാട്ടറിയാം, ഡാൻസിന് ഡാൻസ് കളിക്കറിയാം, ഫോട്ടോ എടുക്കുന്നതായിട്ട് ഫോട്ടോഗ്രാഫറല്ല, വരയ്ക്കും, പാളം വരയ്ക്കും എന്ന് ഞാനൊരു ആർട്ടിസ്റ്റല്ല, പഠിക്കും, ആവശ്യത്തിന് ഒരു 170 മാർക്കൊക്കെ വാങ്ങും. ഓക്കെ, പിന്നെന്താ, അങ്ങനെയൊക്കെ. പിന്നെ വേറെന്താ കഴിവുള്ളത്? വീഡിയോഗ്രാഫി, എഡിറ്റിംഗ്, എല്ലാം 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 ഭൂമിക്ക് കീഴെയുള്ള എനിക്കറിയുന്നുള്ള സകല പണികൾ, എവ്രിതിങ്. പക്ഷേ പോയിൻ്റ് എന്തെന്ന് വെച്ചാൽ, അങ്ങനെയുള്ളവരെങ്ങനെ കണ്ടന്റ് ഉണ്ടാക്കും എനിക്ക് മനസ്സിലാവില്ല. എന്ത് നീശയാണ്? നീശ മാങ്ങാത്തൊലി നീശ എന്താണ് എൻ്റെ നീശ? നിങ്ങൾ പറ, ഞാൻ എന്ത് കണ്ടന്റ് ഇടണം? എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഒരു കോർപ്പറേറ്റ് ലൈഫിലോട്ടാണോ എൻ്റെ ജീവിതം പോകുന്നത്? കോർപ്പറേറ്റ് ആയാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പറയും, സുലാൻ ഞാൻ പോകുന്നു, എൻ്റെ മുതലാളിയായിട്ട് എനിക്ക് ഞാനേ പറ്റുള്ളൂ, നിങ്ങളാരും എന്നെ ഭരിക്കാൻ വരരുതെന്ന് ഞാൻ പറയും. അതാണ് എൻ്റെ പ്രശ്നം, അതാണ് എൻ്റെ പ്രശ്നം. ലക്കടോ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ തോള ഇതെന്താണ് കാണിക്കുന്നത് വിചാരിക്കണ്ട. ബട്ട് സ്റ്റിൽ നീ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ നീ മാത്രമേ ഉള്ളൂ. ഡാ കുട്ടാ, ഡേയ് നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞോ പോയല്ലെന്ന്, തിരിച്ചു പോടാ, വീട്ടിൽ പോടാ. പേടിയുണ്ട്, ബാ. കണ്ടോ മണ്ടനാണ്. ഓക്കെടാ, ഇതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് നിന്നെ ഞാനൊരു സൂപ്പർ സ്റ്റാർ ആക്കും. സൂപ്പർ സ്റ്റാർ ആക്കും. ഈ കടി തന്നവൻ കണ്ടാൽ എന്ത് നിഷ്കളങ്കൻ. ഓർമ്മണ്ടടാ ഇത് എന്തോന്നിത് കടിച്ചത്? ചേച്ചിക്ക് വേദനിച്ചക്കൈ? കുറ്റബോധമാണ് ഗൈസ് നിങ്ങളെ കാണുന്നത്. കള്ളം നോട്ടം നിന്റെ. നമുക്ക് കുറച്ച് പ്രകൃതി രമണിയൊക്കെ എടുക്കാം. അല്ല നിങ്ങൾ വിചാരിക്കുമോ ഇവളെന്താണ് ഈ കിടന്ന് ഗൈസ്? എനിക്ക് അറിഞ്ഞൂടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ് ഇങ്ങനെയാണെന്ന്. ഫോട്ടോ എടുക്കാനൊക്കെ ആണെങ്കിൽ പുഷ്പം പോലെ എടുത്തുതരാം, അല്ലെങ്കിൽ എടുത്ത വീഡിയോ ആരെങ്കിലും എനിക്ക് അയച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്യാം. പക്ഷെ ഞാനൊരു ബ്ലോഗറൊക്കെ എനിക്ക് സങ്കല്പിക്കാൻ വയ്യ. നമ്മൾ കണ്ടന്റ് ഇങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, പക്ഷെ അത് എന്താവുന്നതും എനിക്കറിഞ്ഞൂടാ. അടിച്ചു വയ്ക്കരുത്. ഇങ്ങനെയാണ് ഫോൺ പിടിക്കേണ്ടത്. എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ ഇത്രയും നേരം ഇങ്ങനെ വലത്തേക്ക് വെച്ച് പിടിച്ചെടുത്തു. കാര്യം വലത്തേക്കാണ് വാക്ക്. എല്ലാ നാട്ടിലും അങ്ങനെയാണോ പറയുന്നത് വാക്ക് എന്നൊക്കെ? വശം പിടിക്കാൻ. എൻ്റെ അമ്മയുടെ അടുത്ത് അറിയാൻ പറയും ഏതാം, ഇങ്ങനെയാണ് പിടിക്കാൻ ഏതാം. എടുത്തോണ്ടിരുന്നപ്പോൾ ഏതാ അപ്പാപ്പ വന്നു. സോ നമ്മുടെ ബ്ലോഗ് കഴിഞ്ഞു. ബ്ലോഗിലല്ലോ ബ്ലോഗ്.